മലയാളികൾ അറിഞ്ഞിരിക്കാൻ വഴിയില്ലാത്തൊരു വാർത്തയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും വലിയ ചികിത്സാ കേന്ദ്രം നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ തുടങ്ങിയിരിക്കുന്നു. WHO ने ग्लोबल सेंटर फॉर ट्रेडिशनल मेडिसिन इसकी स्थापना के लिए दुनिया में से भारत को चुना है और अब भारत में से दुनिया के लिए इस दिशा में काम होगा. തുടർച്ചയായ മൂന്നാം തവണ മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നതിൽ നിന്ന് നരേന്ദ്രമോദി തടഞ്ഞ പല കാരണങ്ങളിലൊന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ എതിർപ്പാണ്. അതിന് കാരണമെന്നത് 2014 നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം ഭാരതത്തിലെ പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് നൽകുന്ന പിന്തുണയാണ്. ചരിത്രത്തിലാദ്യമായി ആയുഷ് എന്നൊരു മന്ത്രാലയവും മന്ത്രിയും ഭാരതത്തിന് നൽകിയ മോദി യോഗയെ ജനകീയമാക്കാനും ലോകത്തെല്ലാ രാജ്യങ്ങളിലേക്കും യോഗ എത്തിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങൾക്കെല്ലാം അറിയുന്നതാണല്ലോ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിവസമാക്കിയ നരേന്ദ്രമോദി ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന വഴി 180 രാജ്യങ്ങളിലധികം യോഗ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നു. സൗദി അറേബ്യയിൽ നിന്ന് സ്ത്രീകൾ പോലും ഭാരതത്തിൽ വന്ന് യോഗ പരിശീലനം നേടി തിരികെ അവരവരുടെ രാജ്യത്ത് പോയി പരിശീലകരാകുന്ന അനുഭവങ്ങൾ നരേന്ദ്രമോദി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. യോഗയും ആയുർവേദവും പ്രോത്സാഹിപ്പിക്കുക വഴി വലിയൊരു തൊഴിൽ സാധ്യതയും നരേന്ദ്രമോദി തുറന്നിടുന്നുണ്ട്. പക്ഷേ ഈ ശ്രമങ്ങളെല്ലാം തന്നെ രാജ്യത്തെ അലോപ്പതി ഡോക്ടർമാരുടെ കൂട്ടായ്മയ്ക്ക് എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ എതിർപ്പുകൾ അവർ പഠിപ്പിക്കുന്ന കുട്ടികളിലേക്കും അവർ പകർന്നു നൽകിയിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും മുൻപ് ചർച്ച ചെയ്തതുമാണ്. എന്നാൽ നരേന്ദ്രമോദി തൻ്റെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആയുർവേദത്തിൻ്റെയും യോഗയുടെയും സ്വന്തം നാടായ ഭാരതത്തിലെ പലർക്കും നരേന്ദ്രമോദിയുടെ ദേഷ്യമുണ്ടെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ലോകാരോഗ്യ സംഘടന തന്നെ നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുകയാണ്. അതെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരമ്പരാഗത ചികിത്സാ കേന്ദ്രം ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ തുടങ്ങിയിരിക്കുകയാണ്. വേറെവിടെയുമല്ല, മോദിയുടെ സ്വന്തം ഗുജറാത്തിലെ ജാംനഗറിലാണ് ഈ ചികിത്സാ കേന്ദ്രം WHO നിർമ്മിച്ചിരിക്കുന്നത്. ജാംനഗറിൽ നിലവിലുള്ള ആയുർവേദ യൂണിവേഴ്സിറ്റിയാണ് ലോകാരോഗ്യ സംഘടന അവരുടെ ആഗോള കേന്ദ്രമാക്കി ഉയർത്തിയിരിക്കുന്നത്. ലോകമാകെയുള്ള 80% ജനങ്ങളും പിന്തുടരുന്നത് പരമ്പരാഗത ചികിത്സാ രീതിയാണെന്നാണ് WHO പറയുന്നത്. മാത്രമല്ല, ലോകത്തിലാകെയുള്ള അലോപ്പതി മരുന്നുകളുടെ ഭൂരിഭാഗവും ഏതെങ്കിലും തരത്തിൽ പരമ്പരാഗത ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നതെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു. ലോകത്ത് കൂടുതൽ ദരിദ്രരായ മനുഷ്യർക്ക് താങ്ങാൻ കഴിയുന്ന വിലയിൽ മെച്ചപ്പെട്ട ചികിത്സാ ഉപാധിയായാണ് പരമ്പരാഗത ചികിത്സയെ ലോകാരോഗ്യ സംഘടന കാണുന്നത്. പരമ്പരാഗത ആരോഗ്യ പരിപാലന കേന്ദ്രത്തിൻ്റെ ആസ്ഥാനമായി ലോകാരോഗ്യ സംഘടന ഇപ്പോൾ കാണുന്നത് ഈ ജാംനഗറിനെയാണ്. ഇവിടെ തന്നെയാണ് 2023 ലോകാരോഗ്യ സമ്മിറ്റും WHO സംഘടിപ്പിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയി പരിഗണിക്കുന്ന ജാംനഗർ കഴിഞ്ഞാൽ തൊട്ടു പിന്നിൽ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എന്ന ജയ്പൂരുമുണ്ട്. യോഗയുടെ ബ്രാൻഡ് അംബാസഡറായ പോലെ നരേന്ദ്രമോദി ആയുർവേദത്തിൻ്റെയും ബ്രാൻഡ് അംബാസഡറായി മാറിയിരിക്കുന്നു. ആഫ്രിക്കൻ രാജ്യത്തെ ഒരു പ്രസിഡന്റിൻ്റെ മകളുടെ കണ്ണിൻ്റെ അസുഖം ഭേദപ്പെടുത്തിയത് കേരളത്തിൽ നടത്തിയ ഒരു ആയുർവേദ ചികിത്സയായിരുന്നു എന്നത് നരേന്ദ്രമോദി പല അന്താരാഷ്ട്ര വേദികളിലും ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ പത്മ അവാർഡുകളിൽ പോലും പലതവണ പരമ്പരാഗത ചികിത്സാമാർഗം ഉപയോഗിച്ച് ചികിത്സിക്കുന്ന വൈദ്യന്മാരെ നരേന്ദ്രമോദി ഉൾപ്പെടുത്തുന്നതും ഇതേ താൽപ്പര്യത്തിൻ്റെ ഭാഗമായാണ്. 2015 ആദ്യമായി ആയുഷ് മന്ത്രാലയം കൊണ്ടുവന്ന നരേന്ദ്രമോദി 2014-15 രാജ്യത്താകെ ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ വിവിധ പദ്ധതികൾക്കായി ചെലവഴിച്ചത് 1275 കോടി രൂപയാണ്. ഓരോ വർഷവും ആയുഷ് മന്ത്രാലയത്തിനുള്ള തുക വർദ്ധിപ്പിച്ച മോദി ഇപ്പോൾ 3650 കോടി രൂപയാണ് ഒരു വർഷം ചെലവഴിക്കുന്നത്. സ്കിൽ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ നിരവധി ആയുർവേദ പഞ്ചകർമ്മ യോഗ വിദഗ്ധരെയാണ് ഇപ്പോൾ ഇന്ത്യ വർഷം തോറും ലോകത്തിനു വേണ്ടി വാർത്തെടുക്കുന്നത്. ഇന്ന് ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്താകെ 53,023 ചെറുകിട സംരംഭങ്ങളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ കാരണം ഇപ്പോൾ 30-ലധികം രാജ്യങ്ങളിൽ ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് ഔദ്യോഗിക ചികിത്സയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇതേ 30 രാജ്യങ്ങളിൽ തന്നെ ഇന്ത്യ ആയുഷ് സ്കോളർഷിപ്പുകൾ നൽകി കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 150-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ന് ഭാരതത്തിൻ്റെ ആയുർവേദിക് മെഡിസിനും സപ്ലിമെൻറ്റുകളും കയറ്റി അയക്കുന്നത് വഴി ഭാരതം ഒരു വർഷം നേടുന്ന വരുമാനം 114 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരം ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്താകെ 2,35,273 ഹെക്ടർ ഏരിയയിലാണ് മെഡിസിനൽ പ്ലാന്റുകൾ വെച്ചുപിടിപ്പിച്ച് പരീക്ഷിച്ച് വളർത്തുന്നത്. കൂടാതെ 1272 നഴ്സറികളും ആയുഷ് മന്ത്രാലയം രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നേരിട്ട് നടത്തുന്നു. കൂടാതെ രാജ്യത്താകെ ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള ആയുഷ്മാൻ ഭാരത് വെൽനസ് സെൻ്ററുകളുടെ എണ്ണം 12,500 കൂടാതെ 50 കിടക്കകളുള്ള 115 ആയുർവേദ ആശുപത്രികളും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. 2021 പോലും രാജ്യത്ത് 1.5 കോടി ആളുകളാണ് ആയുർവേദ ചികിത്സയ്ക്കായി ആശുപത്രികളെ സമീപിച്ചിരുന്നെങ്കിൽ ഇന്ന് 2023 കണക്ക് പ്രകാരം അത് 9 കോടി ആയിരിക്കുന്നു. അതായത് ആയുർവേദ പരമ്പരാഗത ചികിത്സയോട് ജനങ്ങൾക്ക് ആഭിമുഖ്യം ഉണ്ടാക്കിയെടുക്കാൻ നരേന്ദ്രമോദിക്കും ആയുഷ് മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞിരിക്കുന്നു.
ഇന്ന് ഭാരതം ലോകത്തിനു മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നത് യോഗയുടെ പേരിലാണെങ്കിൽ നാളെ ആയുർവേദത്തിൻ്റെ പേരിലായിരിക്കും ഭാരതം ലോകത്ത് അംഗീകരിക്കപ്പെടാൻ പോകുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഗുജറാത്തിലെ ജാംനഗറിലേക്ക് വന്നതുവഴി അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യരംഗത്ത് വിശ്വഗുരുവാകാൻ പോകുന്ന ഭാരതത്തിനെ കാത്തിരിക്കുന്നത് ഇനിയും വലിയ നേട്ടങ്ങളാണ്.